10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊരു കേസിൽ മുരാരി തന്ത്രിമാർ മുഴുവൻ ജയിലിലാണല്ലോ. മുരാരി തന്ത്രി എന്ന പേരിലുള്ള ഒരാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഒളിവിലായിരുന്നു, അയാളെ പിടിച്ചു. അയാളെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഈ പെൺകുട്ടിയെ അങ്ങോട്ട് തള്ളിവിട്ട അമ്മ അവിടെയുണ്ടല്ലോ. ഇത്തരം അമ്മമാര് അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിൽ ആണ്ടുകിടക്കുന്ന ആൾക്കാരാണ് ഇത്തരം തന്ത്രിമാരെയും പൂജാരിമാരെയും മന്ത്രവാദികളെയും എല്ലാവരെയും വളർത്തിക്കൊണ്ടിരുന്നത്, ജ്യോത്സ്യന്മാരെയും വളർത്തിക്കൊണ്ടുവരുന്നത്. വിദ്യാലയം എന്നൊന്നുണ്ട്, അവിടെ പ്യൂണുണ്ട്. അടിച്ചു തുടച്ചു വാരി ക്ലീൻ ചെയ്യലാണ് അയാളുടെ തൊഴിൽ. സമയത്തിന് തുറക്കുന്നു, സമയത്തിന് അടയ്ക്കുന്നു. പഠിപ്പിക്കാൻ വരുന്നത് ആരാണ്? അധ്യാപകന്മാരാണ്. അതാണ് വിദ്യാലയം. ഒരു ശിവായിയുടെ സ്ഥാനം മാത്രമാണ് പൂജാരിക്കുള്ളത് അമ്പലത്തിൽ. അമ്പലം ഒരു ആധ്യാത്മിക വിദ്യാലയമാണ്. അവിടെ ഉണ്ടാകേണ്ടത് ശ്രോത്രിയനും പറ്റുമെങ്കിൽ ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ആചാര്യനാണ് ഉണ്ടാവേണ്ടത്. അതില്ല. ഈ അടിച്ചുതളിക്കാരനായിട്ടുള്ള പൂജാരി പണിക്കാരും അമ്പലമുറ്റത്ത് പറ്റിക്കൂടി നിൽക്കുന്ന ജ്യോതിഷപ്പണിക്കാരും ചേർന്ന് ഹൈന്ദവരെ മൊത്തത്തിൽ പൊട്ടന്മാരാക്കുകയാണ്, വട്ടന്മാരാക്കുകയാണ്, നശിപ്പിക്കുകയാണ്. ഇന്നത്തെ മഹനീയമായിട്ടുള്ള വാർത്ത, ഇന്നുണ്ടല്ലോ ഇങ്ങനത്തെ മഹനീയമായിട്ടുള്ള വാർത്തകൾ. 16-കാരിയെ പീഡിപ്പിച്ച് മുരാരി തന്ത്രി. ഒരു മുരാരി ജയിലിലാണ്, മറ്റൊരു തന്ത്രിയും ജയിലിലാണ്. ഇത് മുരാരി തന്ത്രി, രണ്ടും കൂടിയതാ. അയാൾ ഒളിവിലായിരുന്നു. ഒളിവിൽ പോയിട്ട് പിടിച്ചു, പോലീസ് പിടിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് പ്രശ്നം. അയാൾ ജ്യോത്സ്യനാണ്. ഇയാൾ കൊല്ലത്ത് വെണ്ടാർ അരീക്കൽ സ്വദേശിയാണ്. പുത്തൂർ എന്നും പറയേണ്ട, വെണ്ടാർ പുത്തൂരിനടുത്താണെന്ന് തോന്നുന്നുണ്ട്. VS മുരാരി തന്ത്രി. ഇയാളുടെ പേര് രാജൻ ബാബു എന്നോ മറ്റോ ആണ് ഇയാളുടെ പേര്. രാജു ബാബു എന്നാണ് പേര്. അയാളാണ് പിടിയിലായത്. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ അയാൾ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്നത്. ബ്രഹ്മശ്രീ മുരാരി തന്ത്രി. ഏതായാലും ഭരണിക്കാവിൽ വെച്ച് ഇയാളെ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. കൊല്ലത്താണ് സംഭവം. ഇപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇയാൾക്ക് 10,000-കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം ഹിന്ദു നാമധാരികളല്ല, ഹിന്ദു പെണ്ണുങ്ങളാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെയും ഇയാളുണ്ട്. വേണ്ടത്ര ആള് ഇങ്ങനെ ദൈവതുല്യൻ തന്നെ. ഹിന്ദുക്കൾക്ക് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ദൈവതുല്യൻ. ഒരു ദൈവതുല്യൻ ഇപ്പോൾ എവിടെയാണെന്നറിയാലോ. ഞായറാഴ്ച വൈകിട്ടാണ് വെണ്ടാർ അരീക്കൽ സ്വദേശിയായിട്ടുള്ള രാജു ബാബു VS മുരാരി തന്ത്രി ഈ പെൺകുട്ടിക്ക് ഒരു ബാധയുണ്ട്. അത്ര പ്രേതബാധയാണോ ഗന്ധർവന്റെ ബാധയാണോ ഒന്നും അറിയില്ല. അല്ലെങ്കിൽ നാട്ടിൽ ഗന്ധർവന്മാരുണ്ടല്ലോ, ഇനി അവരുടെ ബാധയാണോ എന്ന് അറിയില്ല. അത് ഒഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട്, ബാധ ഒഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ബാധ അമ്മയെ പുറത്തിരുത്തിയിട്ട് മോളകത്തേക്ക് കൊണ്ടുപോയത്. ഏതായാലും മന്ത്രവാദയ്ക്ക് നടത്തി, ഇതൊക്കെ നടത്തി, കുട്ടിയെ അമൃതാഭിഷേകം നടത്തി ബാധ ഒഴിപ്പി കഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയി. 11 മണിയോടുകൂടി അകത്തേക്ക് കൊണ്ടുപോയി. 3 മണിയോട് കൂടിയിട്ടാണ് ഇയാളെ കാണാൻ. ഇവന്മാരൊക്കെ അങ്ങനെയാണ്. ചെന്ന് കയറിക്കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയാണ്, രംഗനാഥാനന്ദ സ്വാമിയെ കാണാൻ വേണ്ടി ബേലൂർ മഠത്തിൽ പോയ ഒരാളെ എനിക്കറിയാം. അദ്ദേഹം ഗോൾഡ് സ്മിത്താണ്.
പോകുന്ന സമയത്ത് ഇവിടുന്ന് തന്നെ ഇംഗ്ലീഷിൽ അപ്ലിക്കേഷൻ, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, ഇത്രയും ദൂരം വന്നത് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മോളുടെ കല്യാണം വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തെ കാണാൻ എനിക്കൊരു അവസരം തരണം നോക്കി വലിയ അപ്ലിക്കേഷൻ തയ്യാറായിട്ട് പോയത്. ബേലൂർ ചെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഹിന്ദിയിലൊക്കെയും ചോദിച്ചു, മേ എന്നൊക്കെ മലയാളിയാണോ ചോദിച്ചു. അതേ പറഞ്ഞു, നമുക്ക് രംഗാൻ സ്വാമിയെ കാണാൻ പറ്റുമോ ചോദിച്ചു. അത് ആ മുറിയിൽ ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അതായിരിക്കും ഓഫീസ് റൂം, അവിടേക്കായിരിക്കും ആദ്യത്തെ എൻട്രൻസ്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ എൻട്രൻസ്, അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ വാങ്ങിക്കുന്ന സ്ഥലം, അത് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് പറയും. അവിടെ ചെന്നു ആ മുറിയിൽ ഒരു ചെറിയ മുറിയാണത്, ഒരു 10-12 മുറി, ഒരു ചെറിയ മുറി, ഒരു കട്ടിലുണ്ട്, ഒരു കിടക്കയുണ്ട്. അവിടെ ഒരാളിരിക്കുന്നുണ്ട്. ആരാ? രംഗാൻ സ്വാമി. അങ്ങനെ കടന്നു ചെന്നു അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായി, ഭാര്യയും കണ്ടപ്പോൾ മനസ്സിലായി. ആ വരൂ, ഇരിക്കൂ പറഞ്ഞു. വർത്താനം തിരിച്ചു പോയി. ഇതൊക്കെയാണ് 2ാം വിവേകാനന്ദനാ. സന്യാസാശ്രമങ്ങൾ ഇങ്ങനെയാണ്. പക്ഷേ ജ്യോത്സ്യന്മാരെങ്ങനെയല്ല. ചെന്ന് കഴിഞ്ഞാൽ അവരാളുകൾ വന്ന് ഇവരോട് സംസാരിക്കും, പല കാര്യങ്ങളും ചോർത്തിക്കൊണ്ടുപോകും. തക്കട തരികടകളാണല്ലോ. ഏതായാലും 11 മണിക്ക് വന്ന് 3 മണിയോട് കൂടിയിട്ടാണ് ജോത്സ്യനെ കാണാൻ അവസരം ലഭിച്ചത്. അതിന് ജോത്സ്യൻ പെൺകുട്ടിയെ ഉള്ളിലോട്ട് വിളിച്ചു കൊണ്ടുപോയി. കുറേ കഴിഞ്ഞിട്ട് മകള് പുറത്തു വരുന്നില്ല. അവിടെ ചെന്നപ്പോൾ അമ്മ അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഏതായാലും സംഭവം പുറത്തറിഞ്ഞോട് കൂടിയിട്ട് ആളുകൾ വീടിന് മുമ്പിൽ തടിച്ചുകൂടി. കുട്ടി കരച്ചില്ല. 16 വയസ്സായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ രൂപത്തിൽ വിവരം പിടികിട്ടാത്തൊരു കുട്ടിയാണ്, ഗ്രാമീണ പെൺകുട്ടിയായി. പിന്നെ ആകട്ടെ എന്ന് വിചാരിക്കും. ഏതായാലും ഇത് ആളുകൾ കൂടുതൽ കണ്ടപ്പോൾ ഇയാൾ വീടിൻ്റെ പുറയിൽ കൂടെ കടന്ന്, വീടിൻ്റെ പുറയിലുള്ള വാതിൽ തുറന്ന് കടന്ന് മതിൽ ചാടി ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ഫോൺ സ്വിച്ചാക്കി ഒളിയിൽ പോയി. പക്ഷെ ഗുണമൊന്നും ഉണ്ടായില്ല. ഇയാളെ പിടിച്ചു. ഇയാളെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു. ഇവിടെ ഈ ഒരു സംഭവം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചെറിയ ഉദാഹരണമുണ്ട്. റെയിൽ പാളത്തുമ്പോൾ തലവെച്ച് കിടക്കുന്ന ഒരാൾ, അയാളുടെ അപ്പുറത്ത് ആൾക്കാർ വന്ന് പറഞ്ഞു, ഇവിടെ റെയിൽ പാളത്തിന് തലവെച്ച് കിടക്കരുത് കേട്ടോ, ഈ അപകടം. കുഴപ്പമില്ല, ഇവിടെ നല്ല കാറ്റാണ്. കഞ്ചത്തിൽ പാടത്തിൻ്റെ നടുവിൽ കൂടെ പോകുന്ന റെയിൽപ്പാളം അത്ര തുറവുന്ന സ്ഥലത്ത് ഉണ്ടായ സംഭവമാണ്. അപ്പം അതിൻ്റെ മേലെ ഇത്തിരി ഉയർന്നിട്ട് അവിടെയാണ് റെയിൽപ്പാളം. അപ്പോൾ അവിടെ കിടന്ന് നല്ല കാറ്റ് കിട്ടും, സുഖമായിട്ട് ഉറങ്ങാം. അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ റെയിൽപ്പാളത്തുമ്പോൾ തല വെച്ച് കൊടുക്കുന്ന പരിപാടി, ഹിന്ദുക്കളുടെ കാര്യം പറയാനാണ് എനിക്ക് താല്പര്യം. മറ്റുള്ളവരുടെ കാര്യം പറയണ താല്പര്യം കഴിഞ്ഞിട്ടല്ല, അത് എൻ്റെ ചുമതലയല്ല. എല്ലായിടത്തും ചെറിയ തോതിലും വലിയ തോതിലും എല്ലാ പരിപാടികളും എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ ആ കാര്യം, അഥവാ ഹിന്ദുക്കൾക്കാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അബദ്ധം പറ്റുന്നത്. ഇയാള് ഒരു ജോത്സ്യൻ്റെ ഇയാൾ ഓട്ടോറിക്ഷ ഓടിക്കലായിരുന്നു തൊഴിൽ. അപ്പോൾ ഒരു ജോത്സ്യൻ എന്നും ഇയാളുടെ വണ്ടിയിൽ കയറും. അങ്ങനെ ആ ജോത്സ്യത്തിൽ നിന്ന് കുറേ തരികട കാര്യങ്ങൾ, വ്യാഴം ചൊവ്വ ബുധൻ, വ്യാഴം ചൊവ്വയുടെ ഉള്ളിലെ ലഗ്നം, ചന്ദ്രാൽ സർപ്പൻ, 1.5 ദോഷം 3.5 ദോഷം എന്നൊക്കെ പറഞ്ഞ് കുറേ വാക്കുകളൊക്കെ അയാൾ പഠിച്ചു വെച്ചു. അങ്ങനെ സ്വയമായിട്ട് അങ്ങനെ റീറ്റയറായിട്ടും ഹോൾസെയിലായിട്ടും നല്ലൊരു കമ്പനി സ്വയം അങ്ങോട്ട് ആരംഭിച്ചു. അങ്ങനെ ഇയാൾ പേര് മാറ്റി മുരാരി തന്ത്രി എന്നായി, ബ്രഹ്മശ്രീ മുരാരി തന്ത്രി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പുത്തൂര് മുരാരി, കൊല്ലം പുത്തൂര്. യഥാർത്ഥ പേര് വെണ്ടാർ രാജൻ ബാബു. ഇവിടെ ആരാണ് യഥാർത്ഥ കുറ്റവാളി? ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥ കുറ്റവാളി ആരാ. മോളെ കത്തിക്ക് വിളിച്ചപ്പോൾ മോളെ ചെല്ലു, മോളുടെ പരിപാടിക്ക് അയാൾ തീർത്തു തരും, മോളുടെ പ്രശ്നം എന്നും പറഞ്ഞ് അകത്തേക്ക് വിട്ട ആ അമ്മ എന്താ വേണ്ടത്? ശരിക്ക് നല്ല ചൂരൽ പ്രയോഗം ദണ്ഡാപ്രയോഗം നടത്തണ്ടേ ഇവളെ? ഞാനിപ്പോൾ ഇത് പറയുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു വീട്. അപ്പോൾ ഒരു വീട് പണിക്ക് തീർന്ന താമസം ആരംഭിച്ചു. അപ്പോൾ അവർക്ക് ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ, കുഴൽ കിണർ. അതിനുവേണ്ടി സ്ഥലം നിശ്ചയിക്കാൻ ഒരാൾ
വന്നു. അയാൾ കയ്യിലൊരു തേങ്ങയും പിടിച്ച് ഇങ്ങനെ നടക്കും. തേങ്ങ ഇങ്ങനെ വിടാൻ പോവപ്പളയും പിടിക്കും, വിടാൻ പോവപ്പളയും പിടിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി തേങ്ങ അങ്ങോട്ട് വീണു. ഇവിടെ കുഴിച്ചോളാൻ പറഞ്ഞു. അയാൾക്ക് ഫീസ് 2000 രൂപ കൊടുത്തു. അവിടെ കുഴിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. അതിന് വീണ്ടും അയാളെ തന്നെ വിളിക്കുകയാണ്. വീണ്ടും പൂജകൾ ചെയ്യാണ്. ജലരാജാവിന് വരണപൂജയ്ക്ക് നടത്തി അവിടെ. അത് വീണ്ടും ഈ നാളികേരം കൊണ്ടു നടന്ന് കൊണ്ടു അരമണിക്കൂർ നടക്കുകയാണ് ഈ നാളികേരം കൊണ്ട് ഇങ്ങനെ ഇയാൾ കയ്യിൽ നിന്ന് തെന്നി വീഴാതെ. അപ്പം ഇയാൾ പറയുന്നത് ഇയാളൊന്നും ചെയ്യുന്നില്ല, നാളികേരം കിടന്ന് ആടുകയാണ് അത്രേ. ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരപ്പുറത്തുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ആടി കുറേ നടന്ന നാളികേരം അയാളുടെ കയ്യിൽ നിന്ന് വീണപ്പോൾ അവിടെ കുടിക്കാൻ കിട്ടിയില്ല വെള്ളം. മൂന്നാമത് ഇതുപോലെ തന്നെ ചെയ്തു. വെള്ളം കിട്ടി. ഉപ്പ് വെള്ളം, ചുവന്ന നിറം. മാസം 4-5 ആയിട്ടും അത് തന്നെ സ്ഥിതി. ഇതിപ്പോൾ ടാങ്കിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കോർപ്പറേഷൻ വാട്ടർ വന്നു തുടങ്ങി. ഭാഗ്യം കൊണ്ട് വെള്ളം പൊട്ടി ചത്തുപോയില്ല എന്നർത്ഥം. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതികൾ. ഞാനിവിടെ ഇത് കുഴൽക്കിണറിന് വേണ്ടിയിട്ട് സ്ഥലം നോക്കുമ്പോൾ എന്താ പറഞ്ഞതറിയാമോ? അവിടെ ആ മൂലയ്ക്കല്ല സ്ഥലമുള്ളൂ, അവിടെ കുഴിച്ചോ. അല്ല, നമുക്കൊരു പൂജ, ഒരു പൂച്ചയും വേണ്ട ഗെറ്റിനും വേണ്ട, അതിൻ്റെ ആളല്ല ഞാൻ. അതിൽ ഒരാൾ പറഞ്ഞു, സ്വാമി അവർ വന്ന് കേരള ആള്, അതിലൊരാൾ പറയാനുള്ള കമ്മ്യൂണിസ്റ്റാന്ന്. കേരളത്തിലുള്ള ഒരു മുഴുവൻ കമ്മ്യൂണിസ്റ്റാത്രേ. എന്നവിടെ കോൺഗ്രസ് ഇല്ലേ, BJP ഇല്ലേ ഇവിടെ? ഒരു ധാരണ. എനിക്ക് അതിൻ്റെ അഭിമാനക്ഷേത്രമൊന്നും സംഭവിച്ചില്ല. പറഞ്ഞു വരുന്നത്, ഈ ഗണപതി ഹോമം എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഗണപതി ഹോമം എൻ്റെ കോൺട്രാക്ടർ തന്നെ പറഞ്ഞു. വീടും കഴിഞ്ഞ് ചാവി കയ്യിൽ തന്നു. സ്വാമി എപ്പോഴാണ് ഈ കയറി താമസിക്കുന്നത് വെച്ചാൽ നമുക്കന്ന് ഗണപതി ഹോമം വയ്ക്കാമെന്ന് പറഞ്ഞു. എന്ത് ചിലവ് വരുമെന്ന് ചോദിച്ചു. 5000 രൂപ. ശരി, ഞാനവിടെ കയറി താമസിച്ചു. ഇയാളോട് പറഞ്ഞു, ഗണപതി ഹോമത്തിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറേ 5000 രൂപയ്ക്ക് പുസ്തകങ്ങൾ, പേനകൾ, ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റുകൾ, ഇതെല്ലാം കൂടി ഒരു ചാക്കിനകത്ത് നിറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ സ്കൂളുണ്ട്. അവിടെ കൊച്ചുകുട്ടികളുടെ സ്കൂളുണ്ട്. ഈ 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്കൂളുണ്ട്. 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ, അങ്ങനെ മറ്റൊരു കുട്ടികളുടെ സ്കൂളുണ്ട്. കുറേ അവർക്ക് കൊടുത്തു. കുറേ വലിയ സ്കൂളിലുള്ള കുട്ടികൾക്ക് വലിയ തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്, അത് കൊടുത്തു. ബിസ്ക്കറ്റുകൾ അവിടെയും ഇവിടെ എല്ലായിടത്തും കൊടുത്തു. എൻ്റെ ഗണപതി ഹോമം അവിടെ അവസാനിച്ചു. എൻ്റെ കോൺട്രാക്റ്റ് പറഞ്ഞു. അയാൾക്ക് വലിയ സന്തോഷമായി വാസ്തവത്തിൽ. ഇപ്പോൾ ഇവിടെ വീടുകൾ മുഴുവൻ ഗണപതി ഹോമം. അതിന് വേറൊരു പേരുണ്ട്, തെമ്മാടിത്തരം. എന്ത് ഗണപതി, ഏത് ഗണപതി? ഭഗവതി സേവ, അതിനും കുറേ പൈസ വാങ്ങിച്ചു കൊണ്ടുപോകും. ഇപ്പൊ സോമയാഗം വരാൻ പോകുന്നുണ്ട്. പണ്ട് പാഞ്ഞാളിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് 10-18 വയസ്സുള്ള സമയത്ത് 20 വയസ്സ് കൂട്ടിക്കോളൂ. അപ്പം എങ്ങനെ പോയാലും ഒരു 50 അരനൂറ്റാണ്ട് മുമ്പ് പാഞ്ഞാളിലൊരു അഗ്നിഹോത്രം നടന്നു. വിപുലമായ അഗ്നിഹോത്രം. ഈ സോമയാഗം മറ്റേ കുംഭമേള പോലെ തന്നെ പാഞ്ഞാളിൽ നടക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പോയി. അവിടെ തൃശ്ശൂരിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, പാലക്കാട് നിന്നൊക്കെ ആൾക്കാർ പോയി. വലിയ പ്രോഗ്രാമായി. അന്ന് ആ കാലഘട്ടത്തിൽ അതിന് വന്ന ചെലവ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25 ലക്ഷമായിരുന്നു അത്രേ. അതിൽ ഒരു ഇംഗ്ലീഷുകാരനാണ്, അയാൾക്കതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഇന്ത്യക്കാരുടെ വിഡ്ഢിത്തങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വലിയൊരു ഗ്രന്ഥമൊക്കെയുണ്ട്, ഫയർ എന്ന് പറഞ്ഞിട്ട്. അയാൾ പൈസ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞതെന്താ വെച്ചാൽ, അപ്പുറത്തിൻ്റെ പാഞ്ഞാളിൽ അഗ്നിഹോത്രം നടത്തേണ്ട തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്. ആ കുളത്തിലെ വെള്ളമൊക്കെ ശുദ്ധമായി ഇത്ര 25 ലക്ഷം കൊണ്ട് ആ വെള്ളം. ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. മഹാചണ്ഡികാ ഹോമം അങ്ങനെ ഒന്നുണ്ട്. ചണ്ഡി ഹോമം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശരി. ഇതൊക്കെ നടത്താൻ ആൾക്കാരുണ്ട്. എന്തായാലും കോണകസ്വാമിമാർ കയറി പിടിച്ചതിപ്പോൾ മലപ്പുറത്താണ്. യാഗം, യജ്ഞം, കുംഭമേള ഇതൊക്കെ നടത്തിയാൽ കിട്ടുന്ന റഹ്മത്ത്, ഖർബത്ത് ഇതിന് മലപ്പുറത്തുകാർക്ക് സ്വന്തം. മുസ്ലിങ്ങളൊന്നും ശരിയല്ല. അവർക്ക് നന്നാക്കാൻ വേണ്ടി ഇനി അവിടെ തന്നെ കൂടിയിരിക്കുകയാണ് നമ്മുടെ ആനന്ദവനം. മലപ്പുറം താനൂരിൽ ഇപ്പോൾ സോമയാഗം വരാൻ പോവുകയാണ്.
ഇതെല്ലാം ഒറ്റ വഴിയാണ്, ഒറ്റ തന്ത്രമാണ്, ചതിയും വഞ്ചനയും, അത്രമാത്രം. അറിവില്ലാത്തവൻ ഉലകിൽ കറിവേപ്പില, അങ്ങനെ ചൊല്ലിൻ്റെ ഏകദേശ രൂപ ഞാൻ പറഞ്ഞത്, തമിഴ്നാട്ടിലെ ചൊല്ലാണത്. അതന്നെ അവിടുത്തെ സ്ഥിതി. അറിവില്ലാത്തവനെ അനുഭവിക്കണം, അന്ധവിശ്വാസി അനുഭവിക്കണം. പണ്ടൊരു കഴുതയുടെ ഉടമസ്ഥണ്ടായിരുന്നു. അപ്പം അയാൾക്കൊരു പേടി, എപ്പോഴാണ് ചാവുക എന്ന് അയാൾക്കറിയില്ല. അപ്പോൾ ഒരിക്കലും മന്ത്രവാദിയുടെ അടുത്തതിൽ പറഞ്ഞു, ആ മന്ത്രവാദി നല്ലവനാട്ടാവും, ഞാൻ എപ്പോഴാണ് ചാവുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുകയാണ്. അവസാനം ഒരു ദിവസം പറഞ്ഞു, അതേ തൻ്റെ കഴുത 3 പ്രാവശ്യം തുമ്മുക എന്ന് പറയില്ലേ നമ്മൾ, യാച്ചിയും തുമ്മുമല്ലോ, അങ്ങനെ 3 പ്രാവശ്യം തുമ്മുമ്പോൾ താൻ ചത്തുപോകുമെന്ന് പറഞ്ഞു. ഇയാൾക്ക് പേടിയായി. ഇയാൾ എന്ത് ചെയ്തു അറിയോ? തുമ്മാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മൂക്കിൽ തുണി കയറ്റി കഴിഞ്ഞാൽ മൂക്കിൽ തുണിയെ തുമ്മില്ലേ, തുമ്മി. ഇതുവരെ അയാളെ പല വിദ്യകളും പ്രയോഗിച്ചു. അപ്പോഴേക്കും മൂക്കിനകത്ത് എന്തെങ്കിലും ആൾ തുമ്മാതിരിക്കൂ. എന്താണ് 3 വട്ടം കഴുത തുമ്പി. ഇയാൾ ചത്തു, ഇയാൾ മരിച്ചു. ഭാര്യ വന്ന് വിളിക്കുന്നത്, നിങ്ങളെന്താ ഇവിടെ കിടക്കണേ, നിങ്ങളെന്താ റോട്ടിൽ കിടക്കണേ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ചത്തു. ഞാൻ ചത്തുന്ന്, എന്നെ എടുത്തുകൊണ്ട് കുഴിച്ചിടാൻ. നിങ്ങൾ ചത്തുന്നോ? 3 പ്രാവശ്യം കഴുത തുമ്മി, ഞാൻ ചത്തു. അയാളുടെ വിശ്വാസം നോക്കൂ. ഭാര്യ എന്ന് പറയാം, നിങ്ങൾ ഭ്രാന്ത് പറയാൻ, നിങ്ങൾ വീട്ടിലൊന്നും ചോറ് തയ്യാറാക്കി വെച്ചാൽ ചോറ് കഴിക്കുകയും മണി 2ആയി, ഞാൻ ചത്തു എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ അയാൾ. ഇതൊക്കെയാണ് അന്ധവിശ്വാസങ്ങൾ. അറിവില്ലാത്തവർ ഇങ്ങനെ ലോകരുടെ മുമ്പിൽ എപ്പോഴും തല താഴ്ത്തി നടക്കേണ്ടി വരും. അറിവില്ലാത്തവർ എപ്പോഴും കറിവേപ്പിലയാണ്. അറിവില്ലാത്തവർക്ക് എപ്പോഴും അബദ്ധം പറ്റിക്കൊണ്ടിരിക്കും. ഇന്നലെ കാസർഗോഡ് നടന്ന സമസ്തയുടെ ശതാബ്ദി സമ്മേളനം, അതിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ കേട്ടോ? സ്കൂളുകൾ സ്ഥാപിക്കാൻ പോകുന്നു, ആതുരാലയങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നു. കുട്ടികൾക്ക് പലയിടത്തും വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഹോസ്റ്റലുകൾ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ ഹോസ്റ്റലുകൾ പണിയാൻ പോകുന്നു. ആ കൂട്ടത്തിൽ സമസ്തയുടെ കാര്യാലയത്തിൽ ഒരു പള്ളിയും. ക്രിയേറ്റിവിറ്റിയാണത്, സർഗാത്മകതയാണത്. പക്ഷെ ഇവിടെ പൈസ കിട്ടി എന്താ ചെയ്യുക? കുറേ പാലും കുറേ വെള്ളവും പിന്നെ കുറേ വിറകും വാങ്ങിച്ചുകൊണ്ട് കുറേ തീ കളി നടത്തും. തീയും പൂട്ടിയിട്ട് അത് വെച്ച് കളി, ശുംട്ടേ 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 ശുംട്ടേ, മന്ത്രവും തന്ത്രവും. പിന്നെ കുറേ പഴഞ്ചൻ കഥകൾ, ഭാഗവത പാരായണം, രാമായണ പാരായണം. വെറുതെയല്ല, ഭാഗവതത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്, കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശഃപരയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ വിമോഹോ വായോ വിഭൂതിഹി നതു പാരമാർത്ഥ്യം. ഇതൊന്നും പാരമാർത്ഥ്യ സത്യങ്ങളല്ല. ആമയും മുയലും തമ്മിൽ മത്സരിച്ചു, ജയിച്ചത് ആമയാണ്. അപ്പോൾ ഒരാൾ പറയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇയാൾ പറയും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടല്ലേ എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ഈ കഥ പറഞ്ഞു നടക്കുന്നത്. എന്നാൽ അത് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? അതുള്ള സാക്ഷി ആരാ? 2 മണ്ടന്മാർ തമ്മിൽ അടി. ഒരാൾ പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, മറ്റാൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ 2 പേരിൽ ആരാ വലിയ മണ്ടൻ? അതാണ് 2 പേരും മണ്ടന്മാരാണ്, ഏതാ വലിയ മണ്ടൻ നോക്കിയാൽ മതി. ആമയും മുയലും തമ്മിൽ മത്സരിച്ചു, ജയിച്ചത് ആമ എന്നുള്ളത് ചില സങ്കല്പങ്ങളെ മനുഷ്യ മനസ്സിലേക്ക് കയറ്റാൻ വേണ്ടി പറഞ്ഞ കഥകളാണ്. അത് തന്നെ ഭാഗവതത്തിനകത്ത് തുറന്നു പറഞ്ഞു, കഥാ ഇമാഹാ തേ, നിനക്ക് വേണ്ടിയിട്ടുള്ള കഥകളാണ് ഭാഗവതം. അത് എഴുതിയുണ്ടാക്കിയിട്ട് 1600-650 വർഷമായിട്ടുള്ള എഴുതിയ ആളുടെ പേര് വാമദേവൻ അലി ബൊപ്പദേവൻ. അവിടെ വകാരം വരില്ല ബംഗാളിൽ. ജയദേവ കവിയുടെ ഗീതഗോവിന്ദം എഴുതിയ ജയദേവ കവിയുടെ ചേട്ടനോ അനുജനോ മറ്റോ ആണ് ഈ ബൊപ്പദേവൻ. വാ വരാത്തോണ്ട് അവർ ബാന്നാ പറയുള്ളൂ, ജ്യോതി വാസു എന്നാ പറയേണ്ടത്. സബിത എന്നുള്ളതിന് അവർ സബിത എന്നാ പറയുള്ളൂ, സബിത ചൗധരി എന്ന് കേട്ടില്ലേ? അതാണ് ഈ ബൊപ്പദേവൻ. വാമദേവൻ ബൊപ്പദേവനായി മാറി. അങ്ങനെ
അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇത് കഥയാണ്, നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കഥകളാണ്. എന്നോ നടന്നു എന്ന് പറയുന്ന കുറേ കഥാപാത്രങ്ങൾ അതിനകത്തുണ്ട്. അവരെ കൂട്ടിച്ചേർത്താൻ വേറെ കഥകൾ എഴുതിയിട്ടുണ്ട്. വിജ്ഞാന വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് അതൊക്കെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നത് ബ്രഹ്മാവ് എഴുതിയതാണെന്നും അത് വായിച്ചാൽ പുണ്യം കിട്ടുന്നു, അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞാൽ, ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ല കുറുന്തോട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വാദം മാറില്ലല്ലോ. ഭാഗവത്തിൽ 15,000 ശ്ലോകങ്ങളുണ്ട്, പക്ഷെ 4 ശ്ലോകം അതിനകത്തുള്ളൂ, അതവർ പറയില്ല. അത് പറഞ്ഞാൽ വേദാന്ത അഹമേവാസമേവാഗ്രേന അന്യസ്യത് സത്പരം പശ്ചാത്തകം യഥേതച്ച യോവശിഷ്യേത സോസ്മ്യകം ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാതാത്മനോ മായാം യഥാഭാസോ യഥാത്മഹ യഥാ മഹാന്ത്യഭൂതാനി ഭൂതേഷു ചോവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയവിതിരേകാഭ്യം യസ്യാ സർവത്ര സർവ്വത എത്രയേ ഉള്ളൂ ഭാഗവതം. അതൊരു പറയില്ല, അത് പറയാൻ അറിയില്ല, അത് വേറെ കാര്യം. അപ്പം ഇതൊക്കെ വെറുതെ ഇരുന്ന് ബ്ലാ 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 എന്ന് വായിക്കലാണ്. ഒരു മാസം രാമായണ മാസമാണ്. അവിടെ RS പണ്ടൊരു ഹരിയേട്ടൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. രാമായണം ഇരുന്ന് വായിക്കും, ഇങ്ങനെ രസമാണ് രാമായണം വായിക്കാൻ കേട്ടാൻ. വായിച്ചിട്ട് അവസാനം ഒരു നീട്ടലുണ്ട്, ഞാൻ കൂട്ടത്തിൽ അതൊന്നും പറയേണ്ടതല്ല, പറയാം. രാവണൻ കട്ടുകൊണ്ട് പോയി സീതയെ അന്വേഷിച്ച് ഹനുമാൻ അവിടെ ചെന്നു. അവസാനം അവിടെ ചെന്നു. അശോകമര തണലിൽ സീത ഇരിക്കുന്നത് ഹനുമാൻ കണ്ടു. അവസാനം അങ്ങനെ അവിടെ കേൾക്കാം. ഒരു മൈക്കും വെച്ചിട്ട് എല്ലാ വീട്ടിലപ്പം മൈക്കുണ്ടാവും അവിടെ, ആയിരക്കണക്കിന്, പ്രത്യേക സൗത്ത് കേരളത്തിൽ. അമ്പലങ്ങൾക്കകത്ത് പൂജാരി ചെയ്യുന്നത് മുഴുവൻ നമ്മടുത്തരാ. തന്ത്രി തൊഴിലാളികൾ ഇവരേക്ക് നിലയ്ക്ക് നിർത്തിയില്ല. അവർക്ക് അവിടെ അടിച്ചു വാരലും തുടയ്ക്കലും ബിംബം കഴുകലും ഇത്രയ്ക്കുള്ള അവർക്ക് ജോലി. അവരെയാണ് അവരുടെ 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 ചില കുടില തന്ത്രങ്ങൾ വഴി അവരാരായി ദൈവതുല്യരായിട്ട് മാറി. പിന്നെ അമ്പല പരിസരത്ത് അതിൻ്റെ മുമ്പിൽ കാണാം ഡോക്ടർ അല്ലെങ്കിൽ പ്രൊഫസർ. എല്ലാ ഡോക്ടർമാരും ഡോക്ടറേറ്റ് എടുത്തവരാണ്. 8ാം ക്ലാസ് കൃത്യമായിട്ട് പഠിക്കാത്തവർ വരെ തൃശ്ശൂർ പെരിന്തൽമണ്ണയിൽ നിന്ന് ഒളിച്ചോടി പോയി എടുത്തലുണ്ട്. അപ്പോൾ അവൻ ആറ്റുകാലിലാണ് ഇരിക്കുന്നത്. അവൻ ആദ്യം പ്രൊഫസർ ആയിരുന്നപ്പോൾ ഡോക്ടറായി. ഏലസുകൾ വിദേശത്തേക്ക് വാട്സപ്പ് വഴി മന്ത്രം കൊണ്ട് അനുഗ്രഹം. അതിനും ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ മോളെ ഒന്ന് അനുഗ്രഹിക്കണം മന്ത്രം വഴി. വാട്സപ്പിൽ കൊടുക്കൂ. അങ്ങനെ അമ്പലങ്ങളൊക്കെ ആത്മവിദ്യാ കേന്ദ്രങ്ങളാക്കണം. അനാത്മവിദ്യകളവിടെ പാടില്ല. ഇതൊക്കെ ചെയ്യാത്തിടത്തോളം കാലം ഹിന്ദുക്കൾ ആധ്യാത്മിക മാലിന്യക്കുഴിയിൽ പുഴുക്കളായിട്ട് കഴിയേണ്ടി വരും, സംശയമില്ല. ശത്രുദോഷം, പാപപരിഹാരം, 1.25 2.25 ദോഷം, ചൊവ്വാഗ്രഹം ഉണ്ടാക്കുന്ന പൊല്ലാപ്പ്, സർപ്പൻ, 7 സർപ്പൻ, ഇതൊക്കെ ഈ കുടിലന്മാരുടെ വേലത്തരങ്ങളാണ്. ചികിത്സക ജ്യോതിഷ മന്ത്രവാദിനാം ഗൃഹേ ഗൃഹേ ഭോജനമാദരേണ. ഇങ്ങനെയുള്ള ആളുകൾ, പെട്ടെന്ന് രോഗം മാറ്റുന്ന കള്ള ചികിത്സകന്മാർ, ജ്യോതിഷികൾ, മന്ത്രവാദികൾ, അവർക്ക് എവിടെ ചെന്നാലും ആഹാരം, ദക്ഷിണ, ആദരവ് എല്ലാം കിട്ടും. അന്യാനി ശാസ്ത്രാണി സുശിക്ഷിതാനി. ഇനി കൃത്യമായിട്ടും ഉപനിഷത്ത് അടക്കമുള്ള പ്രസ്ഥാനത്രയം വർഷങ്ങളെ കൊണ്ട് ഗുരുവിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്ന, കൃത്യമായിട്ട് ആ ശിക്ഷണം ഏറ്റുവാങ്ങിയിട്ടുള്ള ശ്രോത്രിയൻ, ബ്രഹ്മനിഷ്ഠനായിട്ടൊരാൾ, ശാസ്ത്രമറിയുന്നവൻ. അയാളുടെ സ്ഥിതി എന്താ അറിയാമോ? പാനീയ മാത്രം ന ദദാമി ലോകഃ. ഹിന്ദുക്കളുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് പച്ചവെള്ളം കൊടുക്കില്ല, ആ സ്ഥിതി. ഇത്രയേ പറയാനുള്ളൂ. കുനിഞ്ഞു നിൽക്കുന്നത് ചവിട്ടുപടികളാണ്. പ്രത്യേക ഹിന്ദു സ്ത്രീകൾ കുനിഞ്ഞു നിൽക്കുകയാണ്. ചവിട്ടിക്കയറുന്നത്
വേഷം കെട്ടികളായിട്ടുള്ള പൂജാരിമാരും തന്ത്രിമാരും മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. തീവണ്ടിപ്പാലത്തുമ്പോൾ തലവെച്ച് എന്താ ഉണ്ടാകുക? അതാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത്. അതാണ് മുരാരി തന്ത്രി മുതലെടുത്തത്, ഈ അന്ധവിശ്വാസം. ഇവിടെ ആരാ കുറ്റവാളികൾ? ഇയാളുടെ മന്ത്രവാദികളാണോ? ആ മന്ത്രവാദികളെ സൃഷ്ടിക്കുന്ന അന്ധവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളാണോ? ആരാണ് കുറ്റവാളികൾ? ആലോചിച്ച് നോക്കുക. നമസ്കാരം.